ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ NH66 നാഷണൽ ഹൈവേയിൽ റോഡ് പൊളിച്ചിട്ട് പുതുക്കി പണിയുന്ന കൊല്ലത്തെ കുറച്ച് ഭാഗത്തെ കാഴ്ചകളാണ്. നമ്മൾ ആദ്യം നിൽക്കുന്നത് തിരുമുക്കിലാണ് കേട്ടോ. ചാത്തന്നൂർ തിരുമുക്കിൽ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകൾ കാണാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ ഇതിന് മുമ്പ് ഒരു ചെറിയൊരു സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അതേപോലെ ഒരു അണ്ടർപാസും കൂടെ വരുന്നു. ഇപ്പോൾ ഇവിടെ ഡബിൾ അണ്ടർപാസ് ആണ് കേട്ടോ. ഇതിനു മുമ്പ് ഈ ഒരു അണ്ടർപാസ് മാത്രമേ ഉള്ളായിരുന്നു, സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ്. ഇപ്പോൾ ഇവിടെ അതേപോലെ ഒരെണ്ണോടെ അതിൻ്റെ പണി കണ്ട ഇത്രയും വേഗത്തിലായി കേട്ടോ. പണിയൊക്കെ തകൃതിയായിട്ട് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ പണി കണ്ട ഏകദേശം കോൺക്രീറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടിൻ അണ്ടർപാസാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആദ്യം ഇതാണ് കേട്ടോ ആദ്യത്തെ കാഴ്ച. നമ്മൾ പൊളിച്ച് പുതുക്കി പണിയുന്ന ആദ്യത്തെ കാഴ്ച. ഇനി അടുത്തത് ചാത്തന്നൂരാണ്, അല്ല അടുത്തത് ഇത്തിക്കരയിലാണ്. ഇവിടേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊക്കി ഉയർത്തിയിട്ടുണ്ട്. സർവീസ് റോഡാണ്. സർവീസ് റോഡ് ഇങ്ങനെ അവിടെ സർവീസ് റോഡിന്റെ പണി നടക്കുകയാണ്. ഇനി പൊളിച്ച് പുതുക്കി പണിയുന്ന അടുത്ത കാഴ്ച ഇത്തിക്കരയിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ച കാണാം. ഇവിടെ ഒരു അണ്ടർപാസ് പണി നടക്കുകയാണ്. ഈ അണ്ടർപാസ് വരുമ്പം ചില കൺഫ്യൂഷനുകൾ ഉണ്ട്, അത് ഞാൻ പറയാം എന്താണെന്ന്. ഇവിടെ അണ്ടർപാസ് ഇങ്ങനെ കുഴിച്ചിട്ടേ പണിയാക്കും. കാരണം അവിടെ ഓൾറെഡി പാലം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പാലം പണിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ആ പാലം കുറച്ച് ഹൈറ്റ് പൊക്കി വെച്ചാൽ മതിയായിരുന്നു. കാരണം ഇവിടെയും കുറച്ച് ഹൈറ്റാണ്, അപ്പുറം കുറച്ച് ഹൈറ്റാണ്. അന്നേരം ഇവിടെ നല്ല സ്ഥലം സ്പേസ് കിട്ടിയാണ്. ഇപ്പോൾ ഇവിടെ കണ്ട ഇത്രയും ഇടിച്ച് താത്തിട്ട് ഒരു സ്മാൾ വെഹിക്കിൾ ചെറിയ അണ്ടർപാസ് ഇവിടെ ഇത് പോസിബിൾ ഉള്ളൂ ഇനി പണിയാനുള്ള. ഇതിങ്ങനെ വരപ്പം ഇവിടെ ഇതേ താഴ്ച വരും. അപ്പോൾ അവിടുത്തെ സർവീസ് റോഡ് ഇനി താഴ്ന്നിട്ടായിരിക്കും പോകുന്നത്. അവിടെ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, കാരണം ഇത്രയും താഴ്ച ഇങ്ങനെ വരണ്ടേ. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇപ്പോൾ ഉയർന്നിട്ടാണ്, ഈ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഈ അണ്ടർപാസ് താഴ്ന്നു വരുമ്പോൾ അവിടുത്തെ സർവീസ് റോഡ് താഴണ്ടേ. അവിടുത്തെ സർവീസ് റോഡ് താഴണമെങ്കിൽ അവിടുന്നേ താഴ്ന്നു പോകണം. അവിടുന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അവിടെയും താഴ്ന്നു പോകണം. ഇവിടെ കുറച്ച് കൺഫ്യൂഷനാണ്. അങ്ങനെ പൊളിച്ച് പുതുക്കി പണിയുന്ന രണ്ടാമത്തെ കാഴ്ച കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് പോകുന്നത്. അടുത്ത കാഴ്ച ഉള്ളത് മൈലക്കാടാണ്. അടുത്തതായിട്ടുള്ളത് ഇവിടെ മൈലക്കാട് ഇറക്കം കയറ്റം. ഇവിടെയാണ് പൊളിച്ചിട്ട് പുതുക്കി പണിയുന്നത്. ഇവിടെ പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ കാരണം ഇത് ഇടിഞ്ഞ് തകർന്നു വീണില്ലേ, ഇത് എല്ലാവരും കണ്ടാണല്ലേ. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ പിയറിൽ പരിപാടി നടക്കാനുള്ള മണ്ണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ടുള്ളത് ഇവിടെയാണ് മൈലക്കാട് ഇറക്കത്തെ കാഴ്ച. ഇവിടെ ഈ റിട്ടൈനിങ് വാള് വെച്ച് ഇങ്ങനെ കെട്ടി ഇത്ര ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെയാണ് പൊളിഞ്ഞു വീണത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊക്കെ പൊളിച്ചു മാറ്റി ഇവിടെ ഇനി പിയറിലാണ് വരുന്നത്. ഇവിടെ ഇനി വരാൻ സാധ്യത 1, 2, 3, 4, 5 പിയറിന് ഇവിടെ വരും. ഇപ്പോൾ നിലവിൽ 2 പിയറിലാണ്, ടോട്ടൽ 7 പിയറിലായിരിക്കും ഇനി ഇവിടെ പണി നടക്കുന്നത്. ഇവിടെ മണ്ണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിയറിൻ്റെ വർക്ക് പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് മൂന്നാമത്തെ ഭാഗം കേട്ടോ. ഇത് പൊളിഞ്ഞ് വീണതിന് ശേഷമാണ് ഇവിടെ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. ഇത് പൊളിഞ്ഞ് വീണതിന് ശേഷമാണ് ഇവിടെയൊക്കെ പ്രതിഷേധം ശക്തമായത്. കൊട്ടിയത്തൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ എന്തായാലും ഇവിടെ തൂണിൽ വരുന്നുണ്ട്. ഇവർ ചെയ്ത ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. കണ്ടല്ലേ ഈ തോടിൻ്റെ ഇവർ ഇങ്ങനെയാണ് പണിഞ്ഞത്. ഇത് പൊളിഞ്ഞു വീണ് ഈ കോൺക്രീറ്റിൻ്റെ മേളിലാണ് ഇത്രയും ഹൈറ്റിൽ, ഭയങ്കര ഹൈറ്റായിരുന്നു ഇവിടെ, ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയത്. അങ്ങനെ ഉയർത്തിയ സമയത്ത് ഇത് നിന്നില്ല, താങ്ങിയില്ലാണ്ട് ഇതെല്ലാം ഇവിടെ പൊട്ടി അങ്ങ് കണ്ടോ. ഇങ്ങനെ നേരെ പോകേണ്ടതാണ്, ഇങ്ങനെ അങ്ങ് ഇരുത്തിയ സമയത്ത് എല്ലാം കൂടി ഇടിഞ്ഞങ്ങ് താങ്ങും. അതാണ് പ്രശ്നം. ഇതേപോലെ ചെറിയ തോടിൻ്റെ മുകളിൽ നമ്മളെ നാഷണൽ ഹൈവേയിൽ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്, നമ്മൾ കൊല്ലത്ത് തന്നെ. അങ്ങനെ പുതുക്കി പണിയുന്ന മൂന്നാമത്തെ കാഴ്ച കണ്ട് നമുക്ക് അടുത്ത നാലാമത്തെ കാഴ്ചയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം കൊട്ടിയത്താണ് നിൽക്കുന്നത്. കൊട്ടിയത്ത് വലിയ സമരങ്ങൾ നടക്കുകയാണ്. ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് വരണമെന്നാണ് അവരുടെ ആവശ്യം. അത് ഒരു കണക്ക് അത് അത്യാവശ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പണി ഒരു 80% പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് നമ്മൾ മുമ്പേ കണ്ട മൈലക്കാട് എന്ത് ചെയ്യാനാ
അത് പൊളിഞ്ഞു വീണത്. അതിനുശേഷമാണ് കൂടുതൽ ഇത് പ്രതിഷേധം ശക്തമായത്. പക്ഷേ ഈ പ്രതിഷേധം ഒരു 1.5 കൊല്ലം മുമ്പായിരുന്നു എങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടിത് നമുക്ക് നേടിയെടുക്കാമായിരുന്നു. നമ്മൾ പണ്ട് വീഡിയോ ചെയ്യുമ്പോഴേ പറയാമായിരുന്നു, കൊട്ടിയത്ത് ഏറ്റവും കുറഞ്ഞത് നമ്മളെ ഡ്രീംസ് മാളില്ലേ, അത് അവിടം വരെയെങ്കിലും പിയറിൽ പാലം വരണം. പക്ഷേ ഇതിപ്പോൾ ഇത്രയും പണി പൂർത്തീകരിച്ചു, സമരങ്ങൾ നടക്കുകയാണ്. ഇത് ഇങ്ങനെ അതിൻ്റെ തീരുമാനം കൃത്യമായിട്ട് ഒന്നും ആയിട്ടില്ല. കുറച്ച് പേര് പറയുന്നത് ഇവിടെ വരുമെന്ന്, പക്ഷേ അതിൻ്റെ തീരുമാനവും ടെൻഡറോ അങ്ങനെ അതിൻ്റെ തുടർ നടപടികൾ എവിടെ എത്തിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സമരങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. കൊട്ടിയം ടൗൺ കുറച്ച് ഭാഗം, അതായത് ഇവിടെ മണ്ണ് പരിശോധന നടക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മണ്ണ് പരിശോധന നടക്കുന്നുണ്ട്, സോയിലിംഗ് ടെസ്റ്റ് നടക്കുവാണ്. അപ്പോൾ അത് പൊളിച്ച് പണിയാനാണ് തീരുമാനമെങ്കിൽ വീണ്ടും നമുക്ക് ഏകദേശം ഒരു 1-2 കൊല്ലത്തിൻ്റെ അടുത്ത് വീണ്ടും ഈ ബുദ്ധിമുട്ട് സഹിക്കണം. പക്ഷെ സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഒരു കൊട്ടിയം നമുക്ക് കിട്ടും അല്ലേ. സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള വിശാലമായ കൊട്ടിയം നമുക്ക് കിട്ടും ഭാഗത്ത്. അതായത് NS ഹോസ്പിറ്റലില്ലേ, ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അവിടെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓടയാണ്, ഒരു ചെറിയ തോട്. ഈ തോടിൽ പണിഞ്ഞ ആ ഭാഗം ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. കാണിച്ചു തരാം. പ്രശ്നം ഈ മണ്ണിട്ട് ഉയർത്തുന്നതിൻ്റെ പ്രശ്നം അതാണ്. ഇതേപോലെ പലയിടത്തും ഈ തോടിൻ്റെ മേളിലാണ് ഈ മണ്ണിട്ട് ഉയർത്തിയേക്കുന്നത്. കണ്ടോ, ഈ റെട്ടിൻ വാൾ വെച്ച് കെട്ടിപ്പൊക്കിയേക്കുന്നത്. അവിടെ വേണ്ട, ഇവിടെ ഒരു തോടാണ് പൊട്ടി മാറിയേക്കുന്നുണ്ടോ, കണ്ടോ, പൊട്ടി മാറിയേക്കുന്നുണ്ടോ. ഇത് പലയിടത്തും ഇതേപോലെ ഉണ്ട്, ഈ മണ്ണിട്ട് ഉയർത്തുന്നതിൻ്റെ. അതൊക്കെയാണ് പ്രശ്നം. ഈ നിയന്ത്രണം ഇല്ലാത്ത ഹൈറ്റിൽ ഇത് കെട്ടിപ്പൊക്കൽ, ഇതേപോലെ താഴ്ന്ന പ്രദേശത്ത്, അതായത് ചെളിക്കെട്ടിലൊക്കെ ഇത് റെക്ടൈൻ വാള് ഇക്കല്. അതേപോലെ ഇതേപോലെ ഓടയുടെയും തോടിൻ്റെയൊക്കെ ഓട അല്ലെങ്കിൽ തോടിൻ്റെയൊക്കെ മേളിൽ ഇത് കെട്ടിപ്പൊക്കല്. ഇതുണ്ട്, ഇപ്പം തന്നെ ഇത് ഇരുത്തി. ഇതേ പ്രശ്നം തന്നെയാണ് മൈലക്കാട് ഉണ്ടായത്. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ഈ തോടിലിങ്ങനെ നടക്കുന്നുണ്ട്, ഈ തോടിൻ്റെ മേളിലൊക്കെ ഇത് കെട്ടിപ്പൊക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഭാഗങ്ങളിൽ തോട് ഓട വരുന്ന ഭാഗങ്ങളിൽ ഇവിടെ ഒരു അണ്ടർപാസ് പണിയുക. അതുകൊണ്ട് അവിടെയും ഇവിടെയും ഒരു അണ്ടർപാസ് പണിയുക. ഇതിനകത്ത് അടിയിൽ കൂടെ വാഹനങ്ങൾക്കും ആൾക്കാർക്കും ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. നമ്മൾ കല്ലും താഴത്ത് എത്തിയേ, നമുക്കിനി ആ വൻമതിൽ കാണാം. ഇവിടുത്തെ ഹൈറ്റ് നോക്ക്. ഇത് വീഡിയോയിൽ എത്ര ഒന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ ഇറക്കമാണ്, ഇവിടെയൊക്കെ ആ പിയറിൽ തന്നെ പണിയേണ്ടതാണ്. ഇത്രയും ഹൈറ്റ് നമുക്ക്. എൻ്റെ അമ്മോ, ഒരു 3 നില 4 നില പൊക്കമുണ്ട്. അങ്ങോട്ട് പോകുന്നവരും കൂടും. അപ്പോൾ എന്താ പറയുക, ഈ ഹൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ തൂണിൽ വേണം പണിയാൻ. അടുത്തതായിട്ട് പുതുക്കി പണിയുന്ന സ്ഥലം, പൊളിച്ച് പുതുക്കി പണിയുന്ന സ്ഥലം നമ്മൾ ഇവിടെയാണ് ഗൈസ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കടവൂർ പാലം കഴിഞ്ഞ് വരുന്ന കടവൂർ അണ്ടർപാസിൻ്റെ അവിടെയാണ്. ഇവിടെ ഇതേപോലെ റെക്ടൈനിങ് വാള് വെച്ച് കെട്ടി ഉയർത്തിയ സ്ഥലമായിരുന്നു. ആ റെക്ടൈനിങ് വാൾ കേട്ടോ, ഇതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിയറിലാണ് പാലം വരുന്നത്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കല്ലും താഴത്ത് കണ്ടതുപോലെയുള്ള അത്രയും ഹൈറ്റിൽ ഇവിടെ പൊക്കിക്കൊണ്ടിരുന്നതാണ്. മൈലക്കാട് അപകടം ഉണ്ടായ സമയത്താണ് ഇവിടെ അവരിത് മാറ്റി ചിന്തിച്ചത്. ഇവിടെ അതേപോലൊരു തോട് ഒഴുകുന്നുണ്ട്, ആ തോടിൻ്റെ മേളിലാണ് ഇത്രയും കെട്ടി ഉയർത്തിയത്. അതെന്തായാലും പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പുതുക്കി പണിയാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. യൂട്ടനൊക്കെ കേട്ടോ. ഇതേപോലെ പാലം അവിടം വരെ വരുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ, ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. ഇതേപോലെ പാലം അങ്ങ് വരെ വരും ഗൈസ്. ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ അടിയിൽ ഒരു തോടുണ്ട്, ആ തോടിൻ്റെ മേളിലാണ് ഈ മണ്ണെല്ലാം കൂടെ കെട്ടി ഉയർത്തിയിരുന്നത്. ഏത് നിമിഷം അത് പൊളിഞ്ഞു വീണാനാ. മൈലക്കാട് പൊളിഞ്ഞു വീണപ്പോഴത്തേക്ക് ഇതവിടെ അങ്ങ് നിർത്തി. ഞാൻ കാണിച്ചുതരാം.
കണ്ടാ, ഇവിടെയും ഉണ്ട് ഒരു ചെറിയ തോട് 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 കണ്ടാ. ഈ തോടിന്റെ മേളിലാണ് മണ്ണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ മുമ്പേ കണ്ടില്ലേ, അത് ഇടിഞ്ഞ് വിട്ടുമാറിയില്ലേ, അതേപോലെ ഇത് കുറച്ച് കഴിയപ്പോൾ ഇത്രയും ടൺ കണക്കിന് മണ്ണ് ഇതിന്റെ മേളിൽ വലിക്കൂല, ഇവിടെ അത് ഇടിഞ്ഞ് താഴും. മനസ്സിലായില്ലേ? ഇവിടെ ഭയങ്കര പൊക്കത്തിൽ വന്നുകൊണ്ടിരുന്നത്, ഇതെല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.